വസ്സലാം എല്ലാ തിരക്കുകളെയും ഭേദിച്ചുകൊണ്ട്, നമ്മുടെ എല്ലാ തിരക്കുകളെയും ഭേദിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് മരണാസന്നനായി കിടക്കുമ്പോഴാണ് ആ മനുഷ്യൻ തന്റെ പിറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അതുവരെയും തിരക്കുകളുമായിട്ട് നടന്ന മനുഷ്യൻ മരണത്തിന്റെ ദൂതനെ തൊട്ട് മുമ്പിൽ കാണുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് അവനൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് വെറും ശൂന്യമായിരിക്കുന്ന തന്റെ ജീവിതത്തെ ഓർത്തിട്ട് അവൻ വല്ലാതെ വിലപിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഏ മനുഷ്യ, നിന്റെ മുമ്പിലേക്ക് മരണത്തിന്റെ ദൂതൻ കടന്നു വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് അവൻ പറഞ്ഞു പോകും. അവന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് വെറും ശൂന്യമായി കിടക്കുന്ന നോമ്പുകളില്ലാതെ, നിസ്കാരങ്ങളില്ലാതെ, ദാനങ്ങളില്ലാതെ, ഹജ്ജില്ലാതെ, സക്കാത്തില്ലാതെ, സൽക്കർമ്മങ്ങളില്ലാത്ത, കാരുണ്യ പ്രവർത്തനങ്ങളില്ലാത്ത, വെറും ശൂന്യമായി വട്ടപൂജ്യമായി കിടക്കുന്ന ഇന്നലകളിലേക്ക് നോക്കിയിട്ട് അവൻ അവിടെ കിടന്നുകൊണ്ട് ആർത്തു വിളിക്കുകയാണ്. ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്. അവൻ അവിടെ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്, പടച്ചവനെ, അല്ലാഹുവേ, ഇർജിഊനി, എന്നെ ഒന്ന് മടക്കി തരുമോ? മരണത്തിന്റെ ദൂതൻ പിടികൂടാൻ തുടങ്ങുമ്പോ, അവന്റെ പെരുവിരലിൽ നിന്നും മരണത്തിന്റെ ദൂതൻ ഇങ്ങനെ പിടികൂടുമ്പോ അവൻ അവിടെ കിടന്നുകൊണ്ട് ആർത്ത് വിളിക്കുകയാണ്, അല്ലാഹുവേ, ഇർജിഊനി, എന്നെ ഒന്ന് മടക്കുമോ? ലഅല്ലി അഅമലു അമലൻ സാലിഹാ. അല്ലാഹുവേ, ഇന്നലകളിൽ എനിക്ക് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നലകളിൽ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്നലകളിൽ എനിക്ക് ദാനധർമ്മങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല, നിർബന്ധമായിരിക്കുന്ന മറ്റു തര കർമ്മങ്ങളൊന്നും എനിക്ക് ഇന്നലകളിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല തമ്പുരാനെ. വെറും ശൂന്യതയാണ്, വെറും വട്ടപൂജ്യമാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്നെ ഒന്ന് മടക്കിവിടാമെങ്കിൽ ഇന്നലകളിൽ ഉപേക്ഷിച്ചിരുന്ന അമലുകൾ ഞാൻ ഇന്ന് ചെയ്യാം തമ്പുരാനെ. ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടുപോകാമല്ലാ. അവിടെ കിടന്നുകൊണ്ട് വിളിക്കുകയാണ്. ആ സമയത്ത് പടച്ച തമ്പുരാൻ പറയുമത്രേ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹു തആല പറയുകയാണ്, ഇത് വെറും വാക്കാണ്, ഇത് വെറും വാക്കാണ്. അവൻ വെറുതെ പറയുന്നതാണ്. അവന്റെ ഖിയാമ നാൾ വരെ ഇനി അവൻ എത്ര ആയുസ് കൊടുത്താലും അവൻ നന്നാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനം കടന്നു വരികയാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു മടക്കം അല്ലാഹു കൊടുക്കുകയില്ല. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പിറകിൽ മുഴുവനും മറകളാണ്, അവന്റെ പിന്നിൽ മുഴുവനും മറകളാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആന്റെ പ്രഖ്യാപനം, ഇനിയും നന്നാകാൻ കഴിയുന്നില്ല എങ്കിൽ പരിശുദ്ധമായ റമദാൻ ഇനി 2-3 ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ ശേഷിക്കുന്നത്. ഇനിയും നമുക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്, ഇനിയുമുണ്ട് രക്ഷപ്പെടാനുള്ള അവസരം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന്റെ സമയത്ത് മാത്രം അവിടെ കിടന്നുകൊണ്ട് കൈകാലിട്ട് അടിക്കേണ്ടി വരുന്ന ഒരു അവസരം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഒരു അവസരവും അല്ലാഹു തആല തരികയില്ല. ആ സമയത്ത് കിടന്ന് കൈകാലിട്ട് അടിച്ചത് കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല. അല്ലാഹു തആല ഒരു അവസരം അടക്കി തരികയില്ല. വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അവന്റെ കാലാവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം, ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ.
അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നന്നാകുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ള അമലുകളിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളും കുറവുകളും ന്യൂനതകളും പരിഹരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവിടം കൊണ്ടും തീരുന്നില്ല. അവസാനം അവൻ നരകത്തെ മുന്നിൽ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. നരകത്തെ മുന്നിൽ